നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജ്യോതിഷ കൈരളി ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ജ്യോതിഷ കൈരളി ചാനൽ എന്ന് പറയാൻ കാരണം, ജ്യോതിഷ കൈരളി ചാനൽ നിങ്ങൾ എല്ലാവരും തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഒന്ന് റിക്വസ്റ്റ് പോലും ചെയ്യാതെ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ തമ്മിൽ അത്രയും അഭേദ്യമായൊരു ബന്ധം, അതായത് ആത്മബന്ധം, ഒരു കുടുംബം പോലെ ഇപ്പോൾ പോവുകയാണ്. അതിൻ്റെ എല്ലാ നന്ദിയും സ്നേഹത്തോടും കൂടി, ആ ഒരു നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഇവിടെ തുലാക്കൂറിൻ്റെ ഇനി അടുത്ത വരുന്ന കുറച്ച് കാലത്തെ നമ്മുടെ സമയം എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുലാക്കൂറെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യം മറ്റൊന്നുമല്ല. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പാണ് വ്യാഴവും ശനിയും രാഹുകേതുക്കളൊക്കെ ഒന്ന് മാറിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പ്രധാനമായി സ്വാധീനിക്കുന്ന പ്ലാനറ്ററി പൊസിഷനിലെ ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ഇവരെല്ലാം. അവരുടെ മാറ്റം നമുക്കെപ്പോഴും ഒരു വർഷത്തിൽ ആ മാറ്റം വരുമ്പോൾ ആദ്യത്തെ 6 മാസം ഗുണമായാലും ദോഷമായാലും അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് നമ്മളിലേക്ക് അനുഭവത്തിൽ വരും. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന 6 മാസം കുറച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ നമുക്ക് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമുക്കറിയാം, പൊതുവിൽ സമയം നല്ലതാണ്. തുലാക്കൂർ എന്ന് പറയുമ്പം ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ, അതായത് 1, 2, 3 ഭാഗം വരുന്ന വിശാഖ മുക്കാൽ, ഇത്രയും നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമ്മൾ ഇതെല്ലാം മാറിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സമയം വളരെ നല്ലതാണ്. കാരണം ഇത്തവണത്തെ ഈ മാറ്റങ്ങൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത് അനുകൂലമായിട്ട് പ്രതിഫലിച്ച 2 കൂറുകാരെന്ന് പറയുന്നത്, ഒന്ന് ഇടവക്കൂറും പിന്നെ തുലാക്കൂറുമാണ്. അതായത് ശുക്രൻ്റെ ആധിപത്യമുള്ള 2 കൂറുകാരാണ് ഇത്തരത്തിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണങ്ങളും അനുഭവങ്ങളും യോഗങ്ങളും ഒക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് എടുത്തു പറയാനുള്ളത്, അതിന് ഒരു കാരണവും കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ എടുത്തു പറയാനുള്ളത്, നമുക്ക് ഈ ചാരവശാലാണ് നമ്മൾ ഈ ഫലം ചിന്തിക്കുന്നത്. ഈ ചാരവശാൽ ചിന്തിക്കുമ്പം വ്യാഴ 9-ലാണ്, ഭാഗ്യസ്ഥാനത്താണ്. ധനവും ഐശ്വര്യവും ഭാഗ്യവും വരും. നമ്മുടെ പിന്നെ എന്താ പറയുക, ശനി 6-ലേക്ക് മാറി തന്നു. ശനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനമാണ്, അതുകൊണ്ട് ശനി ദോഷം ചെയ്യത്തില്ല. നമ്മുടെ 12-ൽ നഷ്ടസ്ഥാനത്ത് നിന്ന് കേതു 11-ലേക്ക് മാറി തന്നു. കേതുവിന് 11 വലിയ ദോഷമുള്ള സ്ഥാനമല്ല. ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു, അതായത് സർപ്പൻ 5-ലേക്ക് മാറി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗുണകരമായ ഒരു കാലമുള്ള കൂറുകാരാണ് തുലാക്കൂറ്. പക്ഷേ ആ തുലാക്കൂറിൽ ജനിച്ച പലർക്കും അനിഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട, വളരെ മനുഷ്യസ്നേഹിയായിരുന്ന അസ്ട്രോളജർ നന്ദകുമാർ IAS സാറ്. എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനാണ്. ഇപ്പോഴും ചിന്തിക്കുമ്പോൾ പോലും വിഷമം വരുന്ന ആ മഹാത്മാവിൻ്റെ ദേഹവിയോഗം നടന്നതും, അദ്ദേഹത്തിന് രോഗാവസ്ഥ വന്നതും, അദ്ദേഹം കോമ സ്റ്റേജിൽ കിടന്നതൊക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അദ്ദേഹം തുലാക്കൂറുകാരനാണ്. അപ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്ന് എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരും അതുപോലെ തന്നെ അദ്ദേഹത്തെപ്പറ്റി അറിയാവുന്നവരുമായ ധാരാളം പേര് വിളിച്ചതിനോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നമുക്ക് ചാരവശാൽ സമയമല്ല അനുകൂലമായിരുന്നാലും നമ്മുടെ ജാതകാൽ നമുക്ക് ഈ ഗ്രഹങ്ങൾ അനുകൂലമാണോ, 2 നമ്മുടെ നിലവിലുള്ള ദശ അപഹാരങ്ങൾ, അതായത് ഏതൊരു വ്യക്തിയുടെയും 3, 5, 7 ദശകൾ, 37 ദശകൾ അവർക്ക് അത്ര നന്നല്ല. മറ്റൊന്ന്, അവരുടെ ജാതകാൽ അവർക്ക് അനിഷ്ടം വരാവുന്ന ചില ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ
അപഹാരങ്ങളും നമുക്ക് നന്നല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തുലാക്കൂറിന് ഏറ്റവും നല്ല സമയം എന്ന് പറയാം. പക്ഷേ തുലാക്കൂറുകാർക്ക് അവരവരുടെ ജാതകം അനുസരിച്ച് അതിനകത്ത് അനിഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. ഇതിന് വളരെ സിമ്പിളായിട്ട് ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായത് പ്രാരാബ്ധ കർമ്മം കൊണ്ടാണ്. അതായത് സഞ്ചിതം, ആഗമം, ഇങ്ങനെയുള്ള 3 തരം പ്രാരാബ്ധം. അതായത് നമുക്ക് പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത ഗുണദോഷങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ സഞ്ചിത കർമ്മങ്ങളും ആഗമകർമ്മങ്ങളും ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കർമ്മങ്ങൾ. അപ്പോൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് നമ്മളെ ഡെസ്റ്റിനി, വിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിധിയിൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെയും ഈ ജന്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെയും ഫലമായിട്ട് ഇതിൻ്റെ ഒരു ആകത്തുകയിൽ നിന്നാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഇതെല്ലാം ഓവർകം ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ വില്ലാണ്. അപ്പോൾ ഈ സഞ്ചിത കർമ്മവും പ്രാരാബ്ധ കർമ്മവും നമുക്കൊരു പരിധിവരെ നമ്മൾ അനുഭവിച്ച് തന്നെ പോകും. ആഗമകർമ്മങ്ങളെ നമുക്ക് നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. അത് നമ്മുടെ ജാതകത്തിൽ തന്നെ കിടപ്പുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് പല വഴിയിൽ ധനപരമായ ഗുണങ്ങൾ വരും. ധനപരമായ ഗുണം വരേണ്ട വഴികൾ ഓപ്പണായി വരും. ബിസിനസ്സിലാണെങ്കിൽ പുതിയ പുതിയ ബിസിനസ് ഐഡിയകളും പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വരും. പുതിയ പാർട്ട്നേഴ്സ് വരും. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. കാരണം ഇപ്പം നിങ്ങൾക്ക് 9 ഭാഗ്യസ്ഥാനത്തിരിക്കുന്ന വ്യാഴം ഇനി അങ്ങോട്ട് 10ലേക്കും 11ലേക്കുമാണ് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള 3 വർഷം നിങ്ങൾക്ക് ധനപരമായിട്ടും മറ്റും ഗുണം വരണം. അതിനുള്ള ഗുണം ഇപ്പോഴേ ഈശ്വരൻ 9ലൂടെ കൊണ്ടുതരികയാണ്, ഭാഗ്യത്തിലൂടെ കൊണ്ടുതരികയാണ്. ആ ഭാഗ്യത്തെ കർമ്മമാക്കി അതിലൂടെ ലാഭമാക്കി മാറ്റേണ്ടത് നിങ്ങളെ എടുക്കുകയാണ്. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഉയർച്ചകളിലേക്ക് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഇപ്പോൾ തന്നിട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നന്ദകുമാർ സാറിനെ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് നമ്മൾ തീരെ പ്രായമായവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ തുലാക്കൂറുകാരായ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച്, കാരണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രയത്നമാണ് നാളത്തേക്ക് ഗുണം വരുന്നത്. അതിന് ഗുണകരമായിട്ട് തന്നെയാണ് ആഗ്രഹങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ ഇത് എടുത്ത് പറയാൻ കാരണം നമ്മുടെ ജാതകത്തിലും അതെ. ഇപ്പോൾ വ്യാഴം 9 ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ധനപരമായിട്ട് പല വഴികൾ തെളിയും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ വ്യാഴന് ബലം വേണം, വ്യാഴന് ഇഷ്ടഭാവാധിപത്യം വേണം, ഇഷ്ടസ്ഥാനം വേണം. അപ്പോൾ വ്യാഴം നീചത്തിലായിപ്പോയാൽ വലിയ പാടാണ്. അതുപോലെ തന്നെ വ്യാഴം ബലം എന്ന് പറയുമ്പം വ്യാഴം സ്ഫുടബലത്തിൽ ബാല്യത്തിലോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോ ആയാൽ പോയിട്ടില്ലേ, കൗമാരത്തിലോ യൗവനത്തിലോ ആണെങ്കിലേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. നിങ്ങളുടെ വ്യാഴം സ്ഫുടത്തിൽ വാർദ്ധക്യത്തിലോ മരണത്തിലോ പോയാലും പോയി. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജാതകത്തിലൂടെ നമുക്ക് അനുഭവയോഗം വേണമെന്ന്, ഇല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന പൂർവ്വജന്മദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അനുഭവയോഗം വരുള്ളൂ. വ്യാഴം 9 മാത്രം നമുക്ക് വരുന്ന ഈ അവസരങ്ങൾ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിച്ച് മുന്നേറാൻ കഴിഞ്ഞൊന്നും വരില്ല. ഒപ്പം തന്നെ ഇപ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം ജന്മത്തിൽ ചൊവ്വയും ബുധനും നിൽക്കുന്നു. കുറേ ഗുണങ്ങൾ വരും അതിൻ്റെ. അതായത് ഭൂമിപരമായ കാര്യങ്ങളിൽ ഭൂമി ഗ്രഹത്തിൽ നിങ്ങളെ, കാരണം 7ാം ഭാവാധിപത്യമുള്ള ചൊവ്വയാണ്. കൂടെ നിങ്ങളുടെ ഭാഗ്യഭാവാധിപനായ ബുധനാണ് കൂടെ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി റിയൽ എസ്റ്റേറ്റിൽ ഇടപെട്ടവർക്കൊക്കെ അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ
നിയമകാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറേ ജീവിതത്തിൽ മാറ്റവും ഉയർച്ചയും ഉണ്ടാവാം. നിയമപാലകരായാലും അഡ്വക്കേറ്റ്സ് ആയിരുന്നാലും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാ അതായത് കസ്റ്റംസ് ഓഫീസേഴ്സ്, ഇൻ്റലിജൻസുകാർ, അവർക്കെല്ലാം ഗുണമാണ്. അപ്പോൾ അതൊരു ഗുണമാണ്. മറ്റൊന്ന്, തുലാക്കൂറുകാരുടെ 11-ലാണ് ഇപ്പം ശുക്രനും കേതുവും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത്, ഞാൻ നേരത്തെ കന്നിക്കൂറിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നമ്മൾ വാഹനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇപ്പം വലിയ ശ്രദ്ധ കൊടുക്കരുത്. അതായത് വാഹനം മാറ്റി വാങ്ങിക്കുക, പുതിയ വാഹനം വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ ചെയ്യരുത്. ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. അതേസമയം നമ്മുടെ ജീവിതത്തിലിപ്പോൾ വിവാഹ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരും. വിവാഹം നടക്കും. വളരെ കാലമായിട്ട് വിവാഹത്തിൽ തടസ്സം നിന്നവർക്കെല്ലാം തടസ്സം മാറും. പിന്നെ നമ്മുടെ എന്താ പറയുക, അകന്നിരുന്ന ആൾക്കാർ വീണ്ടും നമ്മളായിട്ട് അടുക്കും. അത് ശത്രുക്കളായാലും അടുക്കും, മിത്രങ്ങളായാലും അടുക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ടോ ചെറിയ സൗന്ദര്യ പിണക്കം കൊണ്ടൊക്കെ അകന്നിരുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളെല്ലാം നമ്മളിലേക്ക് തിരിച്ചു മടങ്ങി വരും. ഇതെല്ലാം പറയുമ്പോഴും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട 5-ാം ഭാവം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം സന്താനങ്ങളെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, വാച്ച് ചെയ്യണം. കാരണം സന്താനങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്ന്. കാരണം സന്താനങ്ങൾക്ക് അലസതയും അവർക്ക് അനിഷ്ടമായ കൂട്ടുകെട്ടുകളും അനിഷ്ടമായ ചില വാസനകളും വരാവുന്ന സമയമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അവർക്ക് വിദേശയോഗമോ അല്ലെങ്കിൽ അന്യദേശമോ പഠിക്കാനൊക്കെ സാധ്യത വരികയാണെങ്കിൽ അവിടെയും നമ്മളുടെ ഒരു ശ്രദ്ധയും നമ്മുടെ ഒരു ബുദ്ധിയും ചെലുത്താൻ മറക്കരുത്. ഇത്തരത്തിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ടോട്ടലി നമുക്ക് നല്ല സമയമാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നന്ദകുമാർ സാനെയൊക്കെ പോലെ ഒരു വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. കാരണം ഈ തുലാക്കൂറിൻ്റെ 6-ലാണ് ശനി നിൽക്കുന്നു എന്ന് പറയുമ്പം 6 നമുക്ക് ശനിക്ക് ഇഷ്ടസ്ഥാനമാണെങ്കിലും ശനി എന്തിൻ്റെ കാരകനാണ്? ശനി രോഗകാരകനും മരണകാരകനുമാണ്. അപ്പോൾ അവിടെ ചതി വഞ്ചനയുടെ കാരകനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും വളരെ ശ്രദ്ധയും ബുദ്ധിയും ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുത്ത് മാത്രമേ ചികിത്സയിലേക്ക് പോകാവൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും ഗൗരവമായിട്ട് അതിനെ നമ്മൾ കാണണം. പിന്നെ മറ്റൊന്ന്, പ്രായം ചെന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്നൊരു സമയമാണ്. അതെപ്പോഴും ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മുടെ സന്ധി, ന്യൂറോ, അതുപോലെ തന്നെ നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരണമെന്നല്ല, വരാൻ ചെറിയ സാധ്യതകൾ, അത് എല്ലാവർക്കും ഇല്ല, പ്രായം ചെന്നവർക്ക്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ തുലാക്കൂറുകാർക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വീട് വാങ്ങിക്കാൻ, ഭൂമിയിൽ ഇപ്പം നിലവിൽ ഭൂമിയും വീടും ഉള്ളവരാണെങ്കിൽ പോലും ഭൂമിയിൽ വീട് വയ്ക്കാനോ വീട് പുതുക്കാനോ ഒക്കെ സമയം വളരെ അനുകൂലമാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള, അതായത് കുറേ കാലം വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ നേരത്തെ ആ മാറ്റങ്ങൾ ഉണ്ടായി വന്ന അത്രയും ഒരു മാറ്റം അല്ലെങ്കിൽ അത്രയും ഒരു ഗുണം പൂർണ്ണമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ജോലിയിൽ മാറ്റമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാൻസ്ഫറിനോ ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ നിലവിലുള്ള ജാതകം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ അതിലേക്ക് ശ്രമിക്കാവൂ. കാരണം അവിടെയൊക്കെ നമുക്ക് 12-ാം ഭാവാധിപത്യമുള്ള ബുധൻ്റെയും രേഖാകാരകനാണ്, ചൊവ്വയുടെയൊക്കെ കൂടെ സ്വാധീനം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു നിലവിൽ സ്വസ്ഥമായിട്ട് പോകുന്ന നമുക്ക് പുതിയൊരു ജോലിയിലേക്ക് ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്ന ജോലി നമുക്ക് സമയത്ത് കിട്ടാതെ വരാം, കിട്ടും, കുറച്ച് വൈകിയെന്ന് വരും. അപ്പം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ അതിൽ നിന്നുകൊണ്ട് തന്നെ
പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്ത് അത് ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് വിടാവൂ. അപ്പോഴേക്കും മിക്കവാറും ബുധൻ അടുത്ത സ്ഥാനത്തേക്ക് മാറും, 2 ഗുണസ്ഥാനത്തേക്ക് മാറും. അതുവരെയും വെയിറ്റ് ചെയ്യണമെന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഉടനെ ആയാൽ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്കിഷ്ടപ്പെടാത്തൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ വന്നുകൂടാന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പൊതുവിൽ സമയം നല്ലതാണ്. വൃശ്ചികക്കൂറിൻ്റെ ഇനി കുറച്ച് കാലത്തേക്കുള്ള ഗുണദോഷ ഫലമാണ് ചിന്തിക്കുന്നത്. വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം കാണുന്നവരായതുകൊണ്ട് എല്ലാം അറിയാം. കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, 4-ാം പാദം, അനിഴവും തൃക്കേട്ടയും. അപ്പോൾ പൊതുവിൽ നമ്മളിപ്പോൾ ഇത് ചിന്തിക്കാൻ കാരണം ഒരു 5-6 മാസം മുമ്പാണ് രാഹു കേതുവും ശനിയും വ്യാഴമൊക്കെ മാറിയത്. അപ്പോൾ ഈ മാറിയത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ മാറ്റം ഏറ്റവും ഒരു അനിഷ്ടമായി ബാധിച്ച 2 കൂറുകാരെന്ന് പറയുന്നത് ചൊവ്വയുടെ ആധിപത്യമുള്ള വൃശ്ചികക്കൂറിനെയും മേടക്കൂറിനെയാണ്. അപ്പോൾ അതിൽ ഈ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാഠിന്യമായിട്ട് ബാധിച്ചു. അതിൻ്റെ കാരണം വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു. നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ടേംസാണ്. കാരണം കബഡി ആരൂഢിക്കും പോലും വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞാൽ പിന്നെ ഫലം പറയാൻ പാടില്ല എന്നാണ്. അത്ര ദോഷമായിട്ടാണ് അഷ്ടമസ്ഥാനത്തെ കാണുന്നത്. അഷ്ടമം എന്ന് പറയുന്നത് നമ്മൾ മരണം, അതുപോലെ തന്നെ കടുത്ത കഷ്ടത, മരണതുല്യമായ കഷ്ടത, വ്യാധി, ഇങ്ങനെയൊക്കെയാണ് അഷ്ടമഭാവത്തെ കാണുന്നത്. പക്ഷെ അങ്ങനെ മാത്രം കാണേണ്ടതില്ല. അതിനകത്തും ചില ഗുണങ്ങളുമുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുടെയും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും കടബാധ്യതകളുടെയും പിന്നെ ജോലിയിലോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെയുള്ള ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ ഇനി അങ്ങോട്ട് എങ്ങനെ മാറും എന്നാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഏത് ഗ്രഹങ്ങളുടെ മാറ്റവും, ഈ ഗ്രഹങ്ങളൊക്കെ മാറിയത് പൊതുവിൽ അനിഷ്ടമാണെങ്കിൽ കൂടി എത്ര വലിയ മാറ്റവും ഒരു ആദ്യത്തെ 6 മാസം നമുക്ക് കുറച്ച് കഠിനമായി ബാധിച്ചാൽ പിന്നീട് അത് മൈൽഡായി വരും. കുറച്ച് ദോഷകാഠിന്യം കുറഞ്ഞുകൊണ്ടേ വരും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ദോഷകാഠിന്യം കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ക്രമേണ കൊണ്ട് നിങ്ങൾക്ക് നല്ല അവസരങ്ങളിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ധനപരമായി കടങ്ങൾ തീർക്കാനും ധനപരമായി ഉയർച്ച വരാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഈശ്വരൻ കൊണ്ട് തരും. അത് നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിച്ച് പോയാൽ അത് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യും. ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഈ അഷ്ടമത്തിൽ വ്യാഴമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഷ്ടമാണെന്ന് വിചാരിച്ചാൽ പോലും അത് കഴിഞ്ഞാൽ സർവേശ്വരകാരകൻ, ദൈവാധീനത്തിൻ്റെ കാരകനായ സർവ്വ ഐശ്വര്യം തരേണ്ട, ധനവും സന്താനത്തിനെ കൊണ്ടുള്ള ഗുണവും തരേണ്ട വ്യാഴം 8-ൽ നിന്ന് പിന്നെ മാറുന്നത് 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ്. ഭാഗ്യങ്ങൾ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ 10-ൽ കർമ്മം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ബിസിനസ് കൊണ്ട് ഗുണം വരും. അത് കഴിഞ്ഞ് 11 കൊണ്ട് അതിന് ലാഭം വരും. അപ്പോൾ ഇനി അങ്ങോട്ട് 2026 മാർച്ച് തൊട്ട് 3 വർഷം നിങ്ങൾക്ക് ഐശ്വര്യവും ധനവും ഭാഗ്യവും ചൊരിയാൻ തയ്യാറായി വ്യാഴം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം ഒരു ശകലം കഷ്ടതയുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ, നമ്മൾ പറയില്ലേ, നമ്മളെ കഷ്ടകാലമൊക്കെ കഴിയാറായി, ഇനി നമുക്കങ്ങോട്ട് നമ്മുടെ സ്വർണ്ണകാലം വരാൻ പോവുകയാണ്. മനസ്സിലായല്ലേ? എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ യാത്രകളിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഴ്ചയോ തടസ്സങ്ങളോ വരാതെ സൂക്ഷിക്കുക. ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം നമ്മുടെ പ്രത്യേകിച്ച് നല്ല ഉത്തരവാദിത്വമുള്ള ജോലിയിലിരിക്കുന്നവർ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു IAS IPS അതുപോലെ തന്നെ ഒരു സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു ഡിസിഷനും ഒപ്പം കൊണ്ടാണ് പല കാര്യങ്ങളും നടപ്പിലാകേണ്ടത്. അവിടെ ചെറിയ അശ്രദ്ധ ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ അതിൻ്റെ കഷ്ടതകൾ നമ്മൾ അനുഭവിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ചില പദ്ധതികളും കാര്യങ്ങളും നമ്മളിലേക്ക് തേടി വരാൻ സാധ്യതയുള്ള സമയമാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, 12-ൽ നഷ്ടസ്ഥാനത്ത് ഇപ്പോൾ ചൊവ്വയും ബുധനും കൂടെ നിൽക്കുകയാണ്. ബുധൻ രേഖാകാരകനാണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, എല്ലാ എഗ്രിമെൻറ്റുകളുടെയും പിന്നെ എഴുത്തുകുത്ത് കടലാസ് പരിപാടികളുടെ എല്ലാം ആള് ബുധനാണ്. അവിടെ
കലഹകാരകനായ, അതായത് 6ാം ഭാവാധിപത്യമുള്ള, നമ്മുടെ ഇപ്പം വൃശ്ചിക രാശിയുടെ ആധിപത്യം, ജന്മരാശിയുടെ ആധിപത്യം, 6ാം ഭാവാധിപത്യം, 6 എന്ന് പറയുന്നത് കളവ്, ചതിവ്, അങ്ങനെയുള്ള അതിൻ്റെ ഭാവാധിപത്യമുള്ള ചൊവ്വയും കൂടി ബുധനോടൊപ്പം ചേർന്ന് 12ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ജോലികളിൽ വളരെ ശ്രദ്ധ പുലർത്തണം. പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, കലാകാർ, അവരിടപെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധ പുലർത്തണം. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ അനിഷ്ടങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ ബാധിക്കും. എന്നാൽ ധനപരമായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിലുമൊക്കെ ഒരുപാട് മാറ്റം വരാൻ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കർമ്മസ്ഥാനത്ത് ശുക്രനും കേതുവും കൂടെ ചേർന്നാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുമായിട്ട് അടുത്തിടപഴകുന്ന, അതായത് ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരുന്നാലും നമ്മളുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പുരുഷനാണെങ്കിൽ സ്ത്രീയും, സ്ത്രീയാണെങ്കിൽ പുരുഷൻ വഴി നമുക്ക് എങ്ങനെ പറയാൻ, തെറ്റിദ്ധാരണ, അപകീർത്തി, പേരുദോഷം, അല്ലെങ്കിൽ നമുക്ക് താക്കീതുകൾ, സർക്കാർ തലത്തിലോ അല്ലാതെയുള്ള താക്കീതുകൾ, ജോലിയിൽ ഡീപ്രമോഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ, അനിഷ്ടകരമായ ട്രാൻസ്ഫറുകൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിൽ കണ്ടോളണം. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊന്നും ശ്രദ്ധ പുലർത്തിയാൽ ദോഷം വരില്ല. മറ്റൊന്ന്, നിയമപരമായ ഒരു കാര്യങ്ങളും ചെന്ന് പെടരുത്. അതായത് ജാമ്യം നിൽക്കരുത്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മധ്യസ്ഥ പറയാനോ ഇടയ്ക്ക് നിൽക്കാനോ പോകരുത്. അതുപോലെ തന്നെ വസ്തു ഇടപാടുകൾ, അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ഭൂമിപരമായ കാര്യങ്ങൾ ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകരുത്. ഒരു 5-6 ഇല്ലെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കൂടെ കുറച്ചൊരു ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ പുലർത്തണം. കാരണം അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ചതിവോ വഞ്ചനയോ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതായത് ഇതിലൊക്കെ ഞാൻ പറയാൻ കാരണം, എപ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സഹകരിക്കുന്ന ആൾക്കാർ വഴിയായിരിക്കും ഇത് വരിക. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തി പോകുന്നതാണെന്ന് ധരിച്ചോളണം. അതുകൊണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം എന്താ പറയുക, ബുദ്ധിമോശ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടരുത്. എന്ത് കാര്യങ്ങളിലും നമ്മൾ വലിയ മിടുക്കരാണെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കരുത്. ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. ഭൂമിയിൽ നമ്മൾ പുതിയ വീട് വയ്ക്കുക, അതുപോലെ പുതുക്കി പണിയുക, വീട് പുതുക്കി പണിയുക, ഇതൊന്നും ഇപ്പോൾ ഉടനെ ചെയ്യണ്ട. ഭൂമി വിൽപ്പനയിലൊക്കെ നഷ്ടം വരും. അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊന്നും ഇപ്പോൾ കുറച്ച് സ്ലോയിൽ പോയാൽ മതി. തൽക്കാല സമയം അത്ര നന്നല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4 മാസം കഴിഞ്ഞ് സമയം നന്നായി വരുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല. ഇനി ഞാൻ മറ്റൊന്ന് പറയുന്നത്, വളരെ നിങ്ങളെ സഹായിക്കാവുന്ന, സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ഗ്രഹമാണ് ശനി. അതിൻ്റെ കാരണം, നിങ്ങൾക്ക് 3ഉം 4ഉം ഭാവാധിപത്യമുള്ള ശനി ഇപ്പോൾ നമുക്ക് ഒരു 5ൽ ബുദ്ധിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. 5ൽ വലിയ ദോഷവും ഗുണവും ചെയ്യത്തില്ല. പക്ഷേ അവിടെ നമ്മൾ വേണ്ടത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലേ, പലപ്പോഴും അലസത തോന്നും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അലസത മാറ്റിയെടുക്കണം. പരീക്ഷകളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഒരു കാര്യം പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കരുത്. അങ്ങനെ പോയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ പോകുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം തന്നെ വരും. എന്തായാലും സമയം പഴയതിനേക്കാൾ മാറിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കുക. പുതിയ കടബാധ്യതകൾ ഉണ്ടാക്കാതിരിക്കുക. ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങളോ ഡെവലപ്മെൻറ്റോ ഒന്നും ഇപ്പോൾ ഉടനെ വേണ്ട. ഒരു 6 മാസം കൂടെ കഴിയട്ടെ. അങ്ങനെ ശ്രദ്ധിച്ച് പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് എല്ലാം ആകാം. നാളെ നിങ്ങൾക്ക് വളരെ ഉയർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത വരികയാണ്. അതിനുള്ള പേപ്പർ വർക്കുകൾ, പ്ലാനിങ്ങുകൾ, അതിൻ്റെ മറ്റ് എന്താ പറയുക, ബേസ്മെൻറ്റ് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മൂലധനം സ്വരൂപിക്കാനുള്ള വഴികൾ തേടുക, ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ മാർച്ച് കഴിയുമ്പോൾ നിങ്ങളിതിലെല്ലാം വിജയിച്ച് വരും. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട്, മാർച്ച് തൊട്ട് അങ്ങോട്ട് 2-3 വർഷം വളരെ നല്ലതാണ്. അതിനുള്ള
അടിത്തറ ഇടാനുള്ള സമയമാണെന്ന് വിചാരിക്കുക. സമയം അങ്ങനെ മോശമൊന്നുമല്ല, എന്നാൽ പൊതുവിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണെന്ന് വിചാരിക്കുക. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥിരം കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതായത് ധനുക്കൂർ എന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം. അപ്പോൾ ഈ ധനുക്കൂറിന് നമ്മളിപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ഗ്രഹങ്ങളെല്ലാം മാറിയിട്ട്, പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ. ദാറ്റ് മീൻസ് ഇപ്പോൾ കൂടുതൽ സമയം എടുത്ത് ഭ്രമണം ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ സമയം ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ശനി, അതുപോലെ രാഹുകേതുക്കൾ, വ്യാഴം, ഇതെല്ലാം മാറിയിട്ട് ഒരു 6 മാസമേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവിൽ ആ മാറിയ സമയത്ത് കുറച്ച് ഗുണദോഷങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അതിൽ ദോഷങ്ങളൊക്കെ മാറി കുറച്ചുകൂടി അനുകൂലമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഗ്രഹനില അനുസരിച്ച് ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ നല്ല സമയമാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ ശനി 4-ലാണ്. 4-ൽ വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് വലിയ കുഴപ്പം ചെയ്യില്ല. കണ്ടകസ്ഥാനം എന്ന് പറഞ്ഞാൽ പോലും 4 കൊണ്ട് ഒന്നേ ഉള്ളൂ. ബന്ധുക്കൾ, തറവാട്ടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ കുറച്ച് കാരണവസ്ഥാനത്തോ അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ചെറിയ ചെറിയ നമ്മൾ വാക്ക് തർക്കമോ ചെറിയ മാനസികമായിട്ടുള്ള അകൽച്ചയൊക്കെ വരിക എന്നല്ലാതെ വലിയ ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ മതി. നമ്മൾ അവരോടൊക്കെ കുറച്ച് ക്ഷമയും സംയമനവും പുലർത്തി ഇടപെട്ട് പോയാൽ അത് ഗുണകരമായിട്ട് വരും. പിന്നെ 7-ൽ നിവൃത്തി സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം നമുക്ക് ആത്മാർത്ഥമായ നമ്മുടെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, കൊളീഗ്സ്, നമ്മുടെ എന്ത് പറയാൻ, നമ്മുടെ എല്ലാ ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇടപഴകേണ്ട ബിസിനസ് പാർട്ട്നേഴ്സും, അതുപോലെ നമുക്കൊപ്പം നിൽക്കുന്ന ആത്മബന്ധുക്കൾ എല്ലാവരുമായിട്ട് വളരെ നല്ല ഒരു സിങ്കർണൈസിങ്ങിൽ പോകുന്ന സമയമാണ്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മളൊരു ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഡെവലപ്മെൻറ്റും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ പാർട്ട്ണർഷിപ്പും വരികയും ധനപരമായിട്ട് ഉയർച്ച വരികയും, അതുപോലെ തന്നെ വൈഫുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ചില വ്യക്തികൾ വിവാഹം അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും. നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഈ എന്താ പറയുക, പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും അതുപോലെ തന്നെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറും. മൊത്തത്തിൽ നമുക്കൊരു ഒരു എന്താ പറയുക, മാനസികമായിട്ട് ഊർജ്ജവും ഒരു പ്രവർത്തന ശേഷിയൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും ഞാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ കുറച്ച് മുൻകരുതലെടുക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത, അതായത് 2026 മാർച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ നിൽക്കുന്ന വ്യാഴം, നമുക്ക് സർവേശ്വരകാരകന് വ്യാഴമാണ് ഒരു ഗ്രഹനിലയുടെ, ഒരു വ്യക്തിയുടെ ദൈവാധീനവും നമ്മുടെ ഐശ്വര്യവും കൈപുണ്യവും നമ്മുടെ സന്താന ഗുണവും ധനവും ഒക്കെ നിയന്ത്രിക്കുന്നത്. എല്ലാ ദോഷങ്ങളെയും ഒഴിവാക്കി തരേണ്ടത് അദ്ദേഹമാണ്. അതായത് നമ്മൾ പണ്ടുള്ള ഒരു പറയുന്നൊരു ഭാഷയുണ്ട്, അതായത് ലക്ഷം ദോഷം ഗുരുർ ഹന്തി എന്നാണ്. ഗുരുവാണ് വ്യാഴം. അപ്പോൾ ആ ഗുരു 2026 മാർച്ച് ആകുമ്പോൾ അഷ്ടമത്തിലേക്ക് മറയുകയാണ്. പിന്നെ ഒരു വർഷം അത്ര നന്നായിരിക്കില്ല, ദോഷം ചെയ്യില്ലെങ്കിലും വലിയ ഗുണങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നല്ല ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പ്രയോജനപ്പെടുത്തുക. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഗുണങ്ങൾ, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നാലും ഫ്യൂച്ചർ പ്ലാനിങ് ആയാലും നടത്തി മുന്നോട്ട് പോവുക. പുതിയ പദ്ധതികളോ ബിസിനസ്സോ നമ്മുടെ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാം. 2026 ആകുമ്പം മാർച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്ലോയിലേ പോകുള്ളൂ, എന്നാലും ദോഷം വരില്ല. പക്ഷേ അന്ന് നിങ്ങൾക്ക് പുതിയ ഡെവലപ്മെൻറ്റ് പറ്റില്ല, അന്ന് അതിനുള്ള സമയമല്ല. ഇപ്പം നിങ്ങൾ പുതിയ ബിസിനസ് ആരംഭിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്വപ്ന പദ്ധതികളുണ്ട്, ഇപ്പം നടപ്പിലാക്കാം. അതിനൊക്കെ പറ്റിയ നല്ല സമയമാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കേതുവും ശുക്രനും നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാവുന്ന ഭാഗ്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വ്യക്തികളാകുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകും. അതിൽ പ്രത്യേകിച്ചും
ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അത് വളരെ സൂക്ഷിക്കണം. പുതിയ സൗഹൃദങ്ങൾ അതൊക്കെ സൂക്ഷിക്കണം. കാരണം ഒരു 4 മാസത്തേക്ക് അത്ര നന്നല്ല. അതിനകത്തൂടെ നമുക്ക് ചില അനിഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തിയാൽ മതി. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ സൗഹൃദങ്ങൾ വരിക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടായി വരുന്ന സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ചില ഗുണദോഷങ്ങൾ വരിക, ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇതിനകത്ത് ആ വഴിക്ക് വരേണ്ട അനിഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഒരു 4 മാസത്തേക്ക് നമ്മൾ കുറച്ചൊരു ശ്രദ്ധ പുലർത്തിയാൽ മതി, കുറച്ച് കോൺഷ്യസ് ആയാൽ മതി. പിന്നെ അത് കഴിയുമ്പോൾ ശുക്രൻ ഒന്ന് മാറിത്തരും, 10ൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്ന ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ആവാം. പക്ഷേ നിലവിൽ നമ്മൾ അതിനകത്തൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം. അതായത് ഫ്യൂച്ചറിലേക്ക് കടബാധ്യതകളൊന്നും ഉണ്ടാക്കിയിട്ടത് അടുത്ത വർഷം നന്നായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജാതകാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വസ്തു ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റിൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, രേഖാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അമിക്കബിളായിട്ട് അത് സെറ്റിൽ ചെയ്യാനോ അതിനകത്ത് ഗുണം വരുത്താനോ കഴിയും. ഇനി മറ്റൊന്ന്, നമുക്കിപ്പം ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ ഓർഡറോ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗുണകരമാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിനുള്ള അനുകൂലമായ സമയമാണ്, സർക്കാരിൻ്റെ പക്ഷത്തു നിന്നായിരുന്നാലും നമുക്കായിരുന്നാലും. അതുപോലെ പുതിയ വസ്തുവോ വീടോ വാങ്ങാൻ, വീട് പണി നടത്താൻ, വീട് പുതുക്കി പണിയാൻ, ഇതിനൊക്കെ സമയം നല്ലതാണ്. നമുക്ക് കലാപരമായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉയർച്ച വരുന്ന സമയമാണ്. പുതിയ അവസരങ്ങളും പുതിയ സാധ്യതകളും തെളിയും. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചൊവ്വയുടെ ആ ഒരു സ്വാധീനം നിൽക്കുമ്പം നമുക്ക് നേരത്തെ തന്നെ നിയമപ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ, അത് കോടതി വഴിയോ അല്ലെങ്കിൽ പോലീസ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും കടുത്ത തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ അവസരം വന്നു ചേരും. അത് നമ്മൾ ഒരു അമിക്കബിളായിട്ട് അത് സെറ്റിൽ ചെയ്ത് കളയണം. കാരണം ഇപ്പോഴേ അതിന് പറ്റുള്ളൂ, പിന്നീട് അത് പറ്റില്ല. കാരണം അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. കാരണം നമുക്ക് നമ്മൾ പറയില്ലേ, പിന്നെ ദോഷം വരാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന സമയം. ഇങ്ങനെ മൊത്തത്തിൽ വളരെ നല്ല ഒരു അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, 2026 മാർച്ച് തൊട്ടങ്ങോട്ട് സമയം കുറച്ച് നന്നായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള നല്ല കാലം അന്നത്തേക്ക്, പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തെറുക്കാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴതെല്ലാം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതം ഉയർന്നു വരും. മകരക്കൂറെന്ന് പറയുമ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം ആദ്യത്തെ 1, 2 പാദം, അവിട്ടം പകുതി എന്ന് പറയും, ആദ്യ പകുതി, ഇത്രയും ചേരുന്നതാണ് മകരക്കൂറെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ മകരക്കൂറിൽ ഇപ്പോൾ ഈ മാറ്റങ്ങൾ വന്ന സമയം പൊതുവിൽ അത്ര അങ്ങോട്ട് നന്നല്ലായിരുന്നു. ഗുണദോഷ സമ്മിശ്രമെന്നേ പറയാൻ പറ്റൂ. കാരണം വ്യാഴം 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വ്യാഴം 6ൽ നിൽക്കുമ്പം നമുക്ക് ധനപരമായിട്ട് വലിയ ഗുണം വരികില്ല. ചിലപ്പോൾ ചിലവ് വർദ്ധിക്കാം, ധനപരമായിട്ട് കടം വരാം, അങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ്. അതുപോലെ ധനവിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഒക്കെ വരാം. ധനവിഷയങ്ങൾ നമ്മളെ നിന്ന് ആരെങ്കിലുമൊക്കെ ധനം നമ്മളെ തരാനുള്ളവർ തരാതെ പോകാം, അങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ ധനം തരാനിരുന്ന ആൾക്കാർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ അവർ ചില വ്യക്തികൾ ഭൂമി വിട്ട് തന്നെ പോയി നമുക്ക് ധനനഷ്ടം വന്നിരിക്കാം, അങ്ങനെ വരാവുന്നൊരു കാലമാണ്. ഇനി അതിൻ്റെയൊക്കെ ഒരു കഷ്ടതയുടെ അവസ്ഥ മാറി ഇനി ഒരു 6 മാസം കൂടി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള കഷ്ടതകൾ നീങ്ങി കുറച്ചുകൂടി നന്നായി, ധനപരമായ കടങ്ങൾ മാറി, അതുപോലെ തന്നെ ധനപരമായിട്ട് പുഷ്ടി വന്ന് ധനം വരാനുള്ള വഴികൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വന്നുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ധനപരമായി പ്രോഗ്രസ്സിലേക്ക് പോകുന്ന സമയമാണ്. മറ്റൊന്ന്, നമുക്കിപ്പോൾ നമ്മുടെ പ്ലാനറ്ററി പൊസിഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന, എന്നാൽ പേടിക്കാൻ പാടില്ല, ധാർമ്മികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ നന്നാക്കി എടുക്കുന്ന ഗ്രഹമാണ്
ശനി 3-ൽ നിൽക്കുകയാണ്, സഹായസ്ഥാനത്ത്, അത് നല്ലതാണ്. അപ്പോൾ ശനിയെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ല. ഇനിയും ഒരു 1.5 വർഷം കൂടി നമുക്ക് ശനി വളരെ ഗുണം ചെയ്തുകൊണ്ടിരിക്കും. ഇനി മറ്റൊന്നുള്ളത്, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വ്യാഴം 6-ൽ മറഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെയാണ് അഷ്ടമത്തിൽ കേതു വന്നതാണ്. അഷ്ടമത്തിൽ കേതു എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, യാത്രയിൽ, വെള്ളമുള്ള സ്ഥലത്ത് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള തട്ടുമുട്ട്, മുറിവ്, സർജറി അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് ചെറിയ ന്യൂറോ പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ നമുക്ക് സന്ധി പ്രശ്നങ്ങളുണ്ടാക്കാം. അങ്ങനെ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാവുന്ന സമയമായതുകൊണ്ട് നമ്മൾ ആരോഗ്യ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ധൃതി കുറയ്ക്കുകയും കുറച്ച് ക്ഷമയും ഒരു നമ്മുടെ എന്താ പറയുക, എടുത്തുചാട്ടം കുറച്ച് മുന്നോട്ട് പോകുന്നത്, എടുത്തുചാട്ടം ഇല്ലാതെ സാവകാശത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതേസമയം നമുക്കിപ്പോൾ 2-3 കാര്യങ്ങൾ വളരെ ഗുണം വരുന്നുണ്ട്. അതായത് നമ്മുടെ 10-ൽ കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും നിൽക്കുകയാണ്. ചൊവ്വയും ബുധനും ഇപ്പോഴാണ് 10-ൽ കർമ്മസ്ഥാനത്ത് എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 3-4 മാസത്തേക്ക് നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഗുണമായിരിക്കും. അതായത് പോലീസ്, നിയമപാലകർ, അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗക്കാർ, അഡ്വക്കേറ്റുമാർ, അങ്ങനെയുള്ള നിയമം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന, എല്ലാ വിധത്തിലും നിയമം നടപ്പിലാക്കുന്നവരും, അതായത് ഇപ്പോൾ കസ്റ്റംസ്, എക്സൈസ്, അങ്ങനെ നിയമം നടപ്പിലാക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗത്തിലിരിക്കുന്ന, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സമയം നല്ലതാണ്. അവർക്കെല്ലാം ധനപരമായിട്ടായിരുന്നാലും അവരുടെ ജീവിതത്തിലായിരുന്നാലും ഗുണകരമായ മാറ്റം വരുന്ന ഒരു കാലം. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വീട്, വസ്തു, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ വിൽക്കാനുള്ളവർക്ക് വിൽക്കാൻ പറ്റും, അതിൽ വിറ്റാലും അതിൽ ലാഭം വരും. റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നവർക്ക് ഗുണമാണ്. ഇങ്ങനെ ഭൂമിപരമായിട്ടും അതുപോലെ തന്നെ രേഖാപരമായിട്ടും ഒക്കെ ഗുണമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൽ നിന്നുള്ള രേഖകളോ എഗ്രിമെൻറ്റോ എന്തെങ്കിലും ഉത്തരവുകളോ കിട്ടാനുണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് ഗുണകരമായിട്ട് സപ്പോർട്ട് വരുന്ന കാലമാണ്. അത് പെട്ടെന്ന് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങി വരും. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇനിയുള്ള കുറച്ചൊരു 6 മാസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഭാവി പരിപാടികൾക്ക് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ നമുക്ക് ഗുണം വരേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമുക്കതൊരു ഈ വരുന്ന മാർച്ച്, അതായത് 2026 മാർച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ഗുണം വരും. കാരണം ആ സമയത്ത് വ്യാഴം നമുക്ക് നിവൃത്തി സ്ഥാനത്തേക്ക്, അതായത് ഏത് കാര്യവും സാധിച്ചു തരേണ്ട കാര്യസാധ്യ സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു. മാത്രമല്ല ആ സമയത്ത് കല്യാണം നടക്കാത്തവർക്കൊക്കെ കല്യാണം നടക്കും. ഇപ്പോഴേ അതിനുവേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അകൽച്ച കാര്യം ഉണ്ടെങ്കിൽ അത് മാറി വന്നാൽ, അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവരൊക്കെ ഇപ്പം നമ്മൾ ആ തെറ്റിദ്ധാരണകളോ സൗന്ദര്യപ്പണക്കൊക്കെ മാറ്റി നേരെ സ്മൂത്തായിട്ട് പോയാൽ ആ സമയത്ത് അത് വിവാഹത്തിലെത്താനോ ഒരുമിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ഗുണകരമായ പരിവർത്തനം, അതായത് പാർട്ട്ണർഷിപ്പ്, പുതിയ നമുക്ക് എന്താ പറയുക, ബിസിനസ്സിലെ പുതിയ പദ്ധതികൾ, പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകളുമായിട്ട് ആൾക്കാർ വരും. അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് പാർട്ട്നേഴ്സിനെ കിട്ടും. ഇങ്ങനെ ബിസിനസ് വിജയിപ്പിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഗുണം വരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. വന്നിട്ടില്ല, മാർച്ചിൽ അത് വരികയാണെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യുകയും തയ്യാറെടുക്കുകയും അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കാൻ പറ്റുന്ന സമയം. ഇനി നമ്മളിപ്പോൾ ജോലിയിൽ ഇപ്പോൾ കുറച്ച് അനിഷ്ടമുള്ള സമയമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വേറെ ആരെയും ഏൽപ്പിക്കരുത്. ഇപ്പോൾ നമ്മുടെ ഈ നല്ല എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല വിശ്വസ്തരുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങൾ അവർക്കൊരു ലീവ് എടുത്തില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, എൻ്റെ ഇത് കുറച്ച് നോക്കിക്കൊള്ളണേന്ന് പറയും. പക്ഷേ ഇവർക്കിപ്പോൾ അനിഷ്ട സമയമാണ്. ഈ നോക്കുന്ന ആൾ നോക്കാത്തതുകൊണ്ടല്ല, ചെറിയ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ അതിൽ വരുന്ന വീഴ്ച നമ്മുടെ ജോലിയിൽ സസ്പെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഡീപ്രമോഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം?
നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കരുത്. അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരിക്കുന്നവർ, അതുപോലെ തന്നെ ഒരു നമ്മൾ പറയില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ജോലിയിലും മേലധികാരികളും താക്കീതും ജോലിയിൽ അനിഷ്ടവും വരാം. ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ജോലിയിൽ നിന്ന് പുതിയ ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കരുത്. അതിനൊരു 4 മാസം കഴിയണം. ഇപ്പം നിലവിലുള്ള പുതിയ ജോലിക്ക് ശ്രമിക്കാം, കുഴപ്പമില്ല. അതേസമയം ജോലിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടോ ഇപ്പം നിങ്ങൾ ശ്രമിച്ചാൽ ഉടനെ കിട്ടില്ല, 4 മാസം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ വരാവുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, പക്ഷേ ഇപ്പം നടപ്പിലാക്കുന്നില്ല. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾക്ക് 4 മാസം കഴിഞ്ഞാണ് കാര്യങ്ങൾ അനുകൂലമായി വരാൻ പോകുന്നത്. ഇങ്ങനെ ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് പല കാര്യങ്ങളും പോസിറ്റീവായി ഗുണകരമായിട്ടും വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിതത്തിൽ വലിയ പരാജയങ്ങളോ വീഴ്ചയോ വരില്ല. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഫ്യൂച്ചറിനുള്ള ഒരു ഗൈഡ് ലൈനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുണദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അവിടെ നമ്മൾ ആ യാത്രയിൽ എവിടെയൊക്കെ കുണ്ടും കുഴിയുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. ആ ഓവർകം ചെയ്യുന്നിടത്ത് നമ്മൾ താമ്പാതി ദൈവം പാതി എന്ന് പറഞ്ഞ കണക്ക് ക്ഷേത്ര വഴിപാടുകളോ കാര്യങ്ങളോ ചെറുതായിട്ട് ചെയ്യാം. അതിലുപരി നമ്മുടെ ഫ്രീ വില്ല് ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിയും യുക്തിയും പ്ലാനിങ്ങും വേണം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരുടെയും കൂടെ വന്നൊന്ന് കൈപിടിച്ചെഴുതിക്കില്ല. അദ്ദേഹം നമ്മളിൽ വിളങ്ങുന്നത്, നമ്മളിപ്പോൾ ഈശ്വര ആരാധന ചെയ്യുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ബുദ്ധി തരും. ഈ പണ്ടുള്ള മുത്തശ്ശിമാർ നമ്മളെ ചൊല്ലി കേൾപ്പിക്കുന്ന ഞാൻ ചൊല്ലി പഠിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത്. അതായത് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടു ഞാനിതാ കുമ്പിടുന്നേ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികൻ്റെ തായേ. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പിഴയാതെ അവസരവുമായിട്ട് അപ്ലൈ ചെയ്യാനും അത് നമുക്ക് ഗുണകരമായി വരാനും കൂടെ ആ ഈശ്വര അനുഗ്രഹം വേണമെന്നാണ്. അത് നമ്മളിൽ ബുദ്ധിയും പ്ലാനിങ്ങുമായിട്ട് വളങ്ങണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് വരുന്നതിനെ നിങ്ങൾ ഗുണകരമായി പോസിറ്റീവാക്കി മാറ്റിയെടുക്കണം. ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ ചാരവശാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷനാണ്. അതിൽ നിങ്ങളുടെ ജാതകാൽ നിങ്ങൾക്ക് എത്ര ആ ഗ്രഹങ്ങളെ കൊണ്ട് പോസിറ്റീവായി ഗുണമുണ്ട്, ഗ്രഹങ്ങൾക്ക് ബലമുണ്ട്, അതനുസരിച്ച് അനുഭവത്തിൽ വരികയുള്ളൂ. അതിനാണ് നമ്മൾ സ്വന്തം ജാതകം കൂടി പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലം നിങ്ങൾക്ക് ഗുണകരം തന്നെയാണ്. പക്ഷേ ഗുണകരമാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധയാണ് വേണ്ടത്. പെട്ടെന്നെല്ലാം ചെയ്യേണ്ട, പ്ലാനിങ് മാത്രം മതി. നടപ്പിൽ വരുത്തുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ട് മതി. ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ, മാർച്ച് കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗംഭീരമായ ഉയർച്ചയും ഭാഗ്യവും വരും. കാരണം ഈ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രക്കാർ, അതായത് പിന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാതിക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്ലാനിങ് ഇതെല്ലാം ഫ്യൂച്ചറിൽ വളരെ ഗുണമാകും. കാരണം നിങ്ങൾ മാർച്ച് തൊട്ട് വ്യാഴം നമ്മളെ എല്ലാം അനുഗ്രഹിക്കേണ്ട സർവൈശ്വരകാരകൻ ഗുരു, നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും സന്താന ഗുണവും തരുന്ന വ്യാഴം നമുക്ക് അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വരുന്നത്. അത് ഗുണം ചെയ്യും. അതുവരെയും നമ്മൾ പ്ലാനിങ് നടത്തുക, മുന്നോട്ട് പോവുക. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് വരുന്ന ഗുണമാണെങ്കിൽ ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിനുള്ള പ്ലാനിങ്ങുകളും അതിനുള്ള വേണ്ടുന്ന ഗുണകരമായ ഇൻവെസ്റ്റ്മെൻറ്റുകളുമാണ് ഇപ്പം ചെയ്യേണ്ടത്. അത് ബുദ്ധി കൊണ്ടായിരുന്നാലും ധനം കൊണ്ടായിരുന്നാലും നമ്മുടെ കർമ്മം കൊണ്ടായിരുന്നാലും. മനസ്സിലായല്ലോ? കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ നിലവിലുള്ള അവസ്ഥ, അതായത് നമ്മുടെ ഇനി അങ്ങോട്ട് ഗുണവും ദോഷവും എങ്ങനെ വരും, നമ്മൾ എന്തൊക്കെ ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു 6 മാസമേ ആയുള്ളൂ. നമ്മുടെ പ്രധാന ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ കാലം പിന്നെ രാശിചക്രത്തിൽ നിൽക്കുന്ന ശനി, രാഹുകേതു, വ്യാഴം, ഈ ഗ്രഹങ്ങൾ മാറി ഇപ്പോൾ ഒരു 5-6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 6 മാസമൊക്കെ ആകുമ്പോൾ സാധാരണ
ഇത് മാറുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു കാഠിന്യം പിന്നെ അങ്ങോട്ട് കുറയും. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ അതിൽ പല ഗ്രഹങ്ങളും നമുക്ക് ഗുണകരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തേക്കാം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കുംഭക്കൂറിനെ സംബന്ധിച്ച് 7ാം ശനി തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ജന്മശനിയും കഴിഞ്ഞ് ഇപ്പോൾ 12ാം ഇടത്ത് നമ്മുടെ നഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്നു. ആദ്യകാലത്ത് 7ാം ശനി തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണവും കഷ്ടനഷ്ടവും വരുത്തിയ ശനി പോകുന്ന പോക്കിൽ നമ്മൾ അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, വ്യാഴം ഒരുവിധം നമ്മൾ അനുഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അനിഷ്ടസ്ഥാനങ്ങളെല്ലാം മാറി മാറി ഇപ്പോൾ 5ൽ അനുഗ്രഹകലയുമായിട്ട് നിൽക്കുന്ന സമയമാണ്. അതായത് വ്യാഴത്തിൻ്റെ ഒരു പ്ലാനറ്ററി പൊസിഷനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളാണ് 5, 9. പൂർവ്വപുണ്യമുള്ള നമ്മുടെ മന്ത്രസ്ഥാനം, നമ്മുടെ എന്താ പറയുക, ഈശ്വരാനുഗ്രഹത്തിൻ്റെ സ്ഥാനമാണ് 5. നമ്മുടെ പ്രജ്ഞ, മേധ, വിവേകം. ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ കൂടെ വന്നു നിന്ന് നമുക്ക് ഒന്നും ചെയ്തു തരില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ തരുന്നത് യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങുമായിട്ടാണ് ഈശ്വരൻ വിളങ്ങുന്നത്. ആ യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും അപ്ലൈ ചെയ്യുന്നവർക്ക് അത് ഭാഗ്യമായി മാറും. അങ്ങനെയാണ്. അല്ലാതെ ഈശ്വരൻ വന്ന് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലൊന്നും എടുത്തു തരുന്നില്ല. നമ്മുടെ അവസരോചിതമായി ഇടപെടലുകൾ ഉണ്ടായി ആ യുക്തിയും ബുദ്ധിയിലൂടെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റിത്തരികയാണ് ഈശ്വരൻ ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഭാവത്തിലാണ് 5ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം വ്യാഴം വളരെ അനുഗ്രഹകലയിലാണ്. ഇനി അതൊരു 2026 മാർച്ച് വരെ നിൽക്കുകയുള്ളൂ. ഒരു 6 മാസം കൂടിയുള്ളൂ. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ഗുണം നമ്മൾ മാക്സിമം ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കണം. അതായത് ഭാവിക്ക് വേണ്ടി നമ്മൾ ധനം സമ്പാദിക്കണം, നമ്മുടെ ധനം നിലനിർത്തണം, ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നമ്മളെ ആരും എന്താ പറയുക, ചീറ്റ് ചെയ്തും നമ്മളെ നിന്ന് ധനം ചോർത്തിക്കൊണ്ട് പോകാൻ സൂക്ഷിക്കണം. ഇങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം. എന്നാൽ 2026 മാർച്ച് ആകുമ്പോൾ വ്യാഴം വീണ്ടും അനിഷ്ടസ്ഥാനത്തേക്കാണ് പോകുന്നത്. അത് 6ലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നമുക്ക് ധനപരമായിട്ട് വലിയ ഗുണം വരില്ല. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഗുണം നമ്മൾ ഈ 6 മാസം കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് ധനം വരാനുള്ള വഴികൾ ഈശ്വരൻ കൊണ്ടുതരും. ധനത്തിൻ്റെ പല സ്രോതസ്സുകളും ഓപ്പൺ ചെയ്തു തരും. അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ തരുന്ന ഭാഗ്യങ്ങളെ നമ്മൾ ഈശ്വരാനുഗ്രഹമായി കണ്ട് അതിന് വേണ്ടുന്ന, അതായത് ഭാഗ്യം വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം, അതിന് വേണ്ടുന്ന ചിലതിൽ പേപ്പർ വർക്കുകൾ, അതായത് എഗ്രിമെൻറ്റുകളോ കരാറുകളോ വേണ്ടി വരും. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കണം. എന്തിനാണെന്നുകൂടി പറയാം. കാരണം നിങ്ങളുടെ ജാതകത്തിൽ, ഞാൻ പറഞ്ഞ കുംഭക്കൂറുകാരുടെ ജാതകത്തിൽ, കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനത്തെ 2 പാദം, ചതയം, പോരുട്ടാതി മുക്കാലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഏറ്റവും അടുത്ത് ചൊവ്വയും ബുധനും അഷ്ടമത്തിൽ വന്നു. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ചൊവ്വയും ബുധനും ഭാഗ്യസ്ഥാനത്ത് വന്നു. അപ്പോൾ ഈ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും ബുധനും വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റുകൾ, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ, ഇതെല്ലാം നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരും. നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ നിന്ന് ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്തു ചെയ്യും, നമ്മൾ നമ്മുടെ നേരത്തെ കിടന്ന ആരുടെയെങ്കിലും നമുക്കൊരു അനിഷ്ടമോ വഴക്കോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും നമുക്കൊരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു കോടതി കേസോ ഉണ്ട്, ഇതെല്ലാം നമ്മുടെ സമയം നല്ലതായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അമിക്കബിളായിട്ട് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ നമ്മളതങ്ങ് ഒഴിവാക്കി കളയണം. നമ്മളെല്ലാവരും ഭൂമിയിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ് കുറച്ച് കാലത്തേക്ക്. എത്ര കാലമുണ്ട്? ആ സമയത്ത് നമ്മൾ ഇന്ന് ചെന്ന് കിടന്നാൽ നാളെ രാവിലെ നമ്മൾ എണീറ്റ് വരുമെന്ന് നമുക്ക് ഒരു ധൈര്യവുമില്ല. കാരണം നമ്മളെ ഓരോ നിമിഷവും നമ്മളെ ഹൃദയം സ്പന്ദിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ ചൈതന്യം കൊണ്ടാണ്, നമ്മളെ ഒരു കഴിവും കൊണ്ടല്ല. അപ്പോൾ നമ്മളെന്തിനാ ഇനി കുറച്ച് കാലത്തേക്ക് ആൾക്കാരോട് എന്തിനാ
ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഞാൻ പറഞ്ഞ ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ധനം വരാനുള്ള എഗ്രിമെൻറ്റുകളായിരുന്നാലും കരാറുകളായിരുന്നാലും ലോണായിരുന്നാലും അതിനൊക്കെ ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുത്തിടുക. അതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മൾ ഫ്യൂച്ചറിനുള്ള എല്ലാ പദ്ധതികൾക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും മുന്നോട്ട് പോവുക. ഇത് ഗുണം ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴതിനുള്ള ഏറ്റവും അനുകൂല സമയമാണ്. കാരണം രേഖാകാരകനായ എഗ്രിമെൻറ്റുകളുടെ കാരകനായ ബിസിനസ് കാരകനായ ബുധൻ കൂടെ നിയമകാരകനായ ചൊവ്വ, ഇവർ രണ്ടിനും കൂടെ കോമ്പിനേഷനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ എന്ത് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് നീക്കിയാൽ അതെല്ലാം വിജയിക്കും. നിങ്ങൾക്ക് വളരെ ഗുണം വരും. ഒരു പേടിയും വേണ്ട. നിയമമൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. മറ്റൊന്ന്, നിങ്ങളുടെ 7ാം ശനി തീരുകയാണെന്ന് ഞാൻ പറഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം 2ൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. പോകുന്ന പോക്കിൽ ശനി സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ധനസ്ഥാനത്ത് ശനി, അതും കുടുംബസ്ഥാനത്താണ്, വാക്സ്ഥാനത്താണ്. ചില സ്ഥലത്തൊരു ക്ഷമയും സംയമനവും പുലർത്തി നിങ്ങൾ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം നിങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കും. അതായത് ശനി നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും കൂടെ കൊണ്ടുവരും. 5ലെ വ്യാഴത്തിൻ്റെയും കൂടെ സപ്പോർട്ട് കൂടി. കാരണം ശനി നിൽക്കുന്ന ആ മീന രാശിയുടെ അധിപതിയാണ് 5ൽ നിങ്ങൾക്ക് ഗുണകരമായി ധനവും ഐശ്വര്യം തരാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശനി വഴി, കോൺട്രാക്റ്റ് വഴി, അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് വഴി, ശനി വഴിയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. മനസ്സിലായ? ശനി പോകുന്ന നോക്കി സഹായിച്ചിട്ടേ പോകുള്ളൂ. ധൈര്യമായിട്ടിരിക്കണം. മറ്റൊന്ന്, നിങ്ങൾ ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരു ദോഷവും ഇല്ല. നിങ്ങൾക്ക് സമയം ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രഹമാറ്റം വന്ന ഒരു 6 മാസം മുമ്പേയുള്ള സമയം അത്ര നന്നല്ലായിരുന്നു. ഇനി അങ്ങോട്ട് നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കിയാൽ അപ്പോൾ അതിനാണ് ദൈവാധീനം എന്ന് പറയുന്നത്. നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക. അപ്പോഴതിന് ആദ്യമേ പ്രിലിമിനറിയിൽ തന്നെ നമ്മൾ നാട്ടുവൈദ്യം ചെയ്തുകൊണ്ടിരിക്കാതെ, നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ട് അതിനാദ്യമേ തന്നെ അതിന് വേണ്ടുന്ന കറക്റ്റ് പ്രിക്കോഷൻ എടുത്ത് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ അസുഖങ്ങൾ നമ്മളെ വലുതായിട്ട് ബാധിക്കുകയില്ല. നമുക്ക് നല്ല സമയമാണ് ഇപ്പം. മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നിങ്ങളുടെ ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ, അതുപോലെ നിങ്ങളെ പ്രണയിതാക്കൾ, കല്യാണത്തിന് നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണയിതാക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിലൊക്കെ വാക്ക് തർക്കം വരാതെയും ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വരാതെയും സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ കല്യാണം കുറച്ച് കാലതാമസം വരാനോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വാക്ക് തർക്കമോ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണയോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പ്രിക്കോഷൻ എടുത്താൽ മതി. അങ്ങനെ വരാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യണം? അത്തരം വിഷയങ്ങളിൽ നമുക്ക് മനസ്സിൽ എപ്പോഴും ചിന്ത വേണം, ഈ കാര്യങ്ങൾ എനിക്കിപ്പോൾ സമയം അത്ര നന്നല്ല, അതുകൊണ്ട് തർക്കിക്കാൻ പോണ്ട, വിട്ടുകൊടുക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഒരല്പം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നാളെ ഗുണമേ വരുള്ളൂ. കാരണം ഈ ശുക്രൻ ഒരു ഏറിപ്പോയാൽ ഒരു 2-3 മാസം കൂടെ കഴിയുമ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ്. അതായത് ശുക്രൻ നിങ്ങൾക്ക് ദോഷം ചെയ്തില്ല, കേതുവിൻ്റെ കൂടെ അല്ല. അത് അഷ്ടമത്തിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ പോലും കേതുവിൻ്റെ കൂടെ നിൽക്കുന്ന അത്ര ദോഷം ചെയ്തില്ല. കേതുവിൻ്റെ കൂടെ നിൽക്കുക മുറിച്ച് വിടും ഇതെല്ലാം. അതായത് നമുക്ക് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതകാൽ നിങ്ങൾക്കിപ്പോൾ വിദേശ യോഗമുള്ള സമയമാണ്. നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളും വിദേശ പഠനത്തിനുള്ള സാധ്യതകളും തെളിയും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെ ഗുണവും ഐശ്വര്യം ഉണ്ടായി. സന്താനങ്ങൾ പോയി ഇപ്പോൾ എഴുതുന്ന പരീക്ഷകളും ടെസ്റ്റുകളും പാസ്സാവും, ജോലി കിട്ടും, അവർക്ക് വിദേശത്ത് പോകാൻ പറ്റും, അവർക്ക് വിദേശ പഠനം കഴിയും, അവർ പഠിക്കുന്ന വിഷയങ്ങൾ വിജയിക്കും. ഇങ്ങനെ നിങ്ങളുടെ ജാതകം കൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് സമയം വളരെ ഗുണകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ, അതിൻ്റെ ബലം, അതിൻ്റെ സപ്പോർട്ട് എങ്ങനെ നിൽക്കണം നോക്കിയാൽ അതനുസരിച്ച് ഈ ഫലം എത്ര ഗുണദോഷം കൂടുതലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ദശാപകാരം എങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ചതയം നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു പീരീഡ് കഴിയുമ്പോൾ പിന്നെ കേതു, അതായത് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ കേതു ദശയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേതു ദശയിൽ അനിഷ്ട
7 കണ്ടകസ്ഥാനത്ത് കേതുവും കൂടെ ഉള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ രോഗവിഷയങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിയാട്ടം സ്വഭാവങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക, പ്രത്യേകിച്ചും അങ്ങനെ നോക്കുക. അതുപോലെ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിപ്പോൾ ധനം വരാനും ബിസിനസ് വരാനുള്ള തൊട്ടടുത്തെത്തിയിട്ട് അതിനകത്ത് ബ്ലോക്ക് വരാവുന്ന സമയമാണ്. അവിടെ നമ്മൾ നമ്മുടെ വാക്കും ക്ഷമയും കൊണ്ട് അതിനെ നമുക്ക് പോസിറ്റീവാക്കി വിജയപ്രദമാക്കി മാറ്റാൻ കഴിയണം. അത് നമ്മുടെയും കൂടെ ഞാൻ പറഞ്ഞു താമ്പാതി ദൈവം പാതിയാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈവാധീനം വർദ്ധിപ്പിക്കാൻ മറക്കണ്ട. കാരണം 7ര ശനി തീർന്നു വരുന്നേ ഉള്ളൂ. 7ര ശനി ആത്മീയത്തിൻ്റെ ദൈവികതയുടെ ആളാണ്. ദൈവാധീനമുള്ളവരെ ശനി നന്നായിട്ട് അനുഗ്രഹിക്കും. പോകുന്ന പോക്കിൽ ധനവും ഐശ്വര്യം തരും. അത് വേണമെങ്കിൽ ദൈവാധീനം കൂടെ വേണം. ഇനി ഇതിൽ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അതായത് കുംഭക്കൂറുകാർക്ക് വളരെ ശ്രദ്ധയോടെ, കാരണം ഞാൻ പറഞ്ഞു കുംഭക്കൂറുകാർക്ക് എപ്പോഴും യോഗകാരകനാണ് ശുക്രൻ. ആ ശുക്രനാണ് കേതുവിനോടൊപ്പം കണ്ടകസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, ഓപ്പോസിറ്റ് സെക്സായിട്ടുള്ള രഹസ്യ ഇടപാടുകളോ ഫ്രണ്ട്ഷിപ്പുകളോ വരും. അവരുമായിട്ടുള്ള യാത്രകൾ വരും. അവരുമായിട്ടുള്ള എന്താ പറയുക, പുതിയ ചില കൊടുക്കൽ വാങ്ങൽ വരാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു ഹൈറ്റിന് മുകളിലുള്ള സെലിബ്രിറ്റീസോ അതുപോലെ തന്നെ വലിയ വ്യവസായ പ്രമുഖരോ ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ആ വഴിയിലൂടെ പേരുദോഷമോ അല്ലെങ്കിൽ അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ധനനഷ്ടമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. കുറച്ചൊരു ശ്രദ്ധ പുലർത്തുക. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തിപ്പോയാൽ കുഴപ്പമില്ല. ഒരു 4 മാസത്തേക്ക് നല്ല ശ്രദ്ധ വേണം. മീനക്കൂറിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സമയമാണ് ചിന്തിക്കുന്നത്. മീനക്കൂറ് എന്ന് പറയുമ്പോൾ പൊതുവിൽ വീഡിയോ കണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കൂറിനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ധാരണ നിങ്ങൾക്കെല്ലാം ഉണ്ട്. കാരണം പോരുട്ടാതി അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതി രേവതി, ഈ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഇത് സംസാരിക്കാൻ തന്നെ പ്രധാന കാരണം ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. രാഹുകേതു, ശനി, വ്യാഴം എല്ലാം മാറിയെന്ന് നമുക്കറിയാം. അപ്പോൾ ആ മാറിയ സമയത്ത് പൊതുവിൽ അത്ര നല്ലതല്ലായിരുന്നു ഈ കൂറിന്. അതായത് പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും കൂടുതൽ അത് അനിഷ്ടമായിട്ട് ബാധിച്ചത് രേവതി നക്ഷത്രക്കാരെയും കൂടെയാണ്. യാത്രകൾ, അലച്ചിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടുള്ള ലൈഫ് പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, ചില പിണക്കങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മളൊരു കുറച്ച് വിഷമിച്ച ഒരു സമയമാണെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണ് ആ ജാതകത്തിൽ ഈ മീനക്കൂറുകാരുടെ അവസ്ഥ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് 7ര ശനിയിൽ ജന്മശനി, കൂടാതെ നമുക്ക് ഏത് ദോഷങ്ങളെയും ലക്ഷം ദോഷം ഗുരുർഹന്തി എന്ന് പറയും പോലെ ദോഷങ്ങളെ, അനിഷ്ടങ്ങളെ മാറ്റി നമ്മളെ സംരക്ഷിക്കേണ്ടത് വ്യാഴമാണ്. ആ വ്യാഴം 4-ലേ എത്തിയിട്ടുള്ളൂ. 3-ൽ ആയിരുന്നപ്പോൾ കുറച്ച് കഷ്ടമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് റിലീഫ് ഉണ്ടെങ്കിലും 4-ലേ എത്തിയിട്ടുള്ളൂ. അപ്പം വ്യാഴത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യുക, നമ്മുടെ കണ്ടകസ്ഥാനത്ത് നിന്ന കേതു ഒന്ന് മാറി തന്നുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം അനിഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശനിയും അതുപോലെ തന്നെ നമ്മുടെ വ്യാഴം 4 അവസ്ഥയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് സമയം നല്ലതാണ്. അതിൻ്റെ കാരണം 2026 മാർച്ച് ആകുമ്പം വ്യാഴത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടപ്പെട്ട സ്ഥാനമായ 5-ലേക്ക് വരികയാണ്. 5ഉം 9ഉമാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനങ്ങൾ. അതായത് നമുക്ക് ദൈവാധീനം, പൂർവ്വപുണ്യം, പ്രാർത്ഥനയുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്ന, ഭാഗ്യ തരുന്ന, നമ്മുടെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക, പോസിറ്റീവ് സപ്പോർട്ട് തരുന്ന സ്ഥാനമാണ് 5. മാത്രമല്ല നമ്മുടെ എല്ലാ എന്താ പറയാൻ പ്ലാനിങ്ങുകൾ ആ സമയത്ത് വിജയിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്ലാനിങ്ങുകൾ ആ സമയത്ത് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ പ്ലാനിങ് ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ സ്വപ്ന പദ്ധതികൾ, ഇതൊക്കെ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ
ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന അടിത്തറ ഇപ്പോഴേ, അതായത് മൂലധനം സാമ്പത്തികം സ്വരൂപിക്കാനും ബിസിനസ്സിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കുള്ള, ഇപ്പോൾ ഒരു കലാകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു സിനിമ എടുക്കണം, അതിനുള്ള ഫിനാൻസ് കണ്ടെത്താനുള്ള വഴികൾ നോക്കിയാൽ അന്ന് അത് ഗുണമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇങ്ങനെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കരുനീക്കാനുള്ള ഏറ്റവും അനുകൂല സമയമാണിപ്പോൾ. മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ ശനി ജന്മത്തിലായതുകൊണ്ട് ചെറിയ ചെറിയ ശാരീരിക ക്ലേശം വന്നാൽ പോലും വളരെ പ്രിലിമിനറി സ്റ്റേജിൽ അത് സ്വയം ചികിത്സിക്കാതെ നല്ല ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തേടിയാൽ വലിയ കുഴപ്പമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടും. മറ്റൊന്ന്, നിങ്ങളുടെ ജാതകാലിപ്പം വിദേശയോഗം, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനാർത്ഥമോ കുട്ടികളുടെ ജോലിക്കൊക്കെ വേണ്ടി വിദേശത്തേക്ക് വിടാൻ സമയം നല്ലതാണ്. കാരണം നിങ്ങളുടെ ജാതകം കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ഗുണമാണിപ്പോൾ. കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ അവരുടെ ജോലി, അവരുടെ ബൗദ്ധികമായ കാര്യങ്ങളൊക്കെ ഗുണം വരുന്ന സമയമാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും കുറച്ച് ജാഗ്രത പുലർത്തണം. കാരണം ഈ നിലവിൽ സാമ്പത്തികമായിട്ട് കുറച്ച് കഷ്ടത അല്ലെങ്കിൽ അരിക്ഷിതാവസ്ഥ നമ്മളെ കുറച്ച് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കാൻ നിൽക്കരുത്, കഴിയുന്നത്ര കടം വേണ്ട. മറ്റൊന്ന്, ചിലവ് ചുരുക്കണം, അമിതമായ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്, ചുരുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾ, നമ്മളായിട്ട് ഇടപെടുന്ന ആളുകൾ, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇവരെല്ലാം നല്ല ജാഗ്രതയോടെ ചെയ്യണം. കാരണം നിങ്ങളുടെ അഷ്ടമത്തിലാണ് ഇപ്പോൾ ബുധൻ പോയി നിൽക്കുന്നത്. നിങ്ങളുടെ 4 അതുപോലെ തന്നെ 7 ഭാവാധിപതിയായ ബുധൻ. അപ്പോൾ ആ ബുധൻ എന്ന് പറയണത് നമ്മളെ ലൈഫ് പാർട്ട്ണറാണ്, നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്, നമ്മളെ പ്രണയമാണ്, നമ്മുടെ സ്നേഹബന്ധങ്ങളാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വരുന്ന പുതിയ പുതിയ കൂട്ടുകെട്ടുകളാണ്. ഇതെല്ലാം അതുവഴി നമുക്ക് ചില അനിഷ്ടങ്ങളോ തെറ്റിദ്ധാരണകളോ കുറച്ച് മനക്ലേശത്തിനൊക്കെ ഇടവരാൻ സാധ്യതയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നല്ല ജാഗ്രത പുലർത്തിയാൽ കുഴപ്പമില്ല. അതുപോലെ കലാകാർക്കും പിന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇപ്പം സമയം അത്ര നല്ല. കൂടെ നിൽക്കുന്ന, ഒപ്പം നിൽക്കുന്ന വിശ്വസ്തരെയൊക്കെ നല്ല വാച്ച് ചെയ്യണം. കാരണം അവരിലൂടെ നമുക്ക്, നമ്മൾ പറയില്ലേ കുതികാൽ വെട്ടെന്നോ കാലുവാരലെന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള സംഭവം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പം ഒപ്പം നിൽക്കുന്നവരെ നല്ല വിശ്വസിക്കരുത് ആരെയും. അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊന്ന്, അത് ഒരു 4 മാസത്തേക്ക് മതി, അത് കഴിയുമ്പോൾ അതൊക്കെ മാറും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ വീട് ഭൂമിയൊന്നും വാങ്ങിക്കാൻ സമയം നല്ലതല്ല, വീട് പുതുക്കാൻ സമയം നല്ലതല്ല, വീട് വയ്ക്കാൻ സമയം നല്ലതല്ല, റിയൽ എസ്റ്റേറ്റ് ഇടപെട്ടവർക്കൊന്നും സമയം അത്ര നന്നല്ല. ഇതെല്ലാം ഒന്ന് ശ്രദ്ധ വെച്ചുകൊണ്ടാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം ട്യൂൺ ചെയ്താൽ അനിഷ്ടങ്ങളിലേക്ക് പോകില്ല. എന്തായാലും സമയം ഗുണദോഷ സമ്മിശ്രമാണ്. വലിയ ദോഷവും ഇല്ല, വലിയ ഗുണവും ഇല്ല. എങ്കിലും ഫ്യൂച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവുക, അവർക്ക് ഐശ്വര്യം ഉണ്ടാവുക, ഇത് വരും. അതേസമയം നിങ്ങളുടെ ലൈഫ് പാർട്ണർ, ഏറ്റവും ആത്മാർത്ഥ ബിസിനസ് പാർട്ണർ, ഇങ്ങനെയുള്ളവരോട് പിണങ്ങാതെയും അവരുമായിട്ട് തർക്കം ഉണ്ടാവാതെയും കോടതി വ്യവഹാരമോ വഴക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ ജാമ്യം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളിപ്പോൾ ഇടപെടുക, അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പറയാൻ പോവുക, അവർക്ക് വേണ്ടി നിയമപ്രശ്നങ്ങൾക്ക് പറയാൻ പോവുക, ഇതിനൊന്നും പോകരുത്. അത് അവസാനം അതെല്ലാം നിങ്ങളുടെ തലയിൽ വരും. നിങ്ങൾ അവരെല്ലാം സലാം പറഞ്ഞ് കൈവരി പോവുകയും ചെയ്യും. അതായത് ചിലർ കണ്ടിട്ടില്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ പോയി അവസാനം സ്വയം പഴികയായിട്ട് വന്നിരുന്ന് കരയും. അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ്, അതിന് പോകരുത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ദൈവാധീനം വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ഇതുപോലെ തന്നെ അനുഭൂതി വരണമെന്നില്ല. കാരണം നിങ്ങളുടെ ജാതകാൽ ഇതിൽ പല ഗ്രഹങ്ങളും സപ്പോർട്ടീവ് ആണെങ്കിൽ ഇതൊന്നും വരില്ല. ഇത് ചാരവശാൽ ഇപ്പം നിൽക്കുന്ന പ്ലാനറ്ററി പ്രശ്നമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരാൾ 30 വയസ്സുള്ള ഒരാൾ 30 വർഷം മുമ്പേ ആൾ ജനിച്ചപ്പോഴുള്ള പ്ലാനറ്ററി പൊസിഷനാണ് അന്നത്തത്. ആ ഗ്രഹനില പ്രകാരം ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചനാണെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ 8-ലാണെങ്കിൽ നിങ്ങളെ ഇതൊന്നും ബാധിക്കില്ല. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ
5 മേധാ സ്ഥാനത്ത്, നിങ്ങളുടെ വിവേക സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജാതകം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഇതിനൊക്കെ തീരുമാനം എടുക്കാൻ. എന്തായാലും വലിയ ദോഷവും വരികയില്ല, വലിയ ഗുണവും വരികയില്ല. സമയം കുറച്ച് നല്ലതാണ്. ഫ്യൂച്ചറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. 2026 മാർച്ച് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഗുണങ്ങളും ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റും വരെ അതിനുള്ള പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ ഇപ്പോഴേ പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. സംശയങ്ങൾക്കും നിങ്ങളുടെ പിന്നെ കൺസൾട്ടിങ്ങിനും നിങ്ങളുടെ ജാതകങ്ങളുടെ എന്തെങ്കിലും അറിയാനുമൊക്കെ എനിക്കതിൽ മെസ്സേജ് ഇടുക. കോൾ ഞാനത് എൻ്റർടൈൻ ചെയ്യുന്നില്ല. നിങ്ങളോട് ഇപ്പോഴും വീണ്ടും എനിക്കൊന്നുകൂടെ പറയാനുള്ളത്, ജ്യോതിഷ കൈരളിക്ക് നിങ്ങൾ തരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട്, ഈ സ്നേഹം, നിങ്ങളുടെ പ്രോത്സാഹനം, ഇതാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എനിക്ക് ആ ഒരു എന്താ പറയുക ദൈവാധീനം തരുന്നത്. അതെന്നും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കിട്ടണം. എല്ലാവർക്കും നല്ലത് വരണം. നിങ്ങളെല്ലാവരും പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.